ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ അമ്മുവിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. കല്യാണം ഉറപ്പിക്കലാണ്. അപ്പോൾ പെണ്ണ് കാണലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നാണ് എൻഗേജ്മെൻറ്റ്. ഫെബ്രുവരി 16 സൺഡേ ആണ് കേട്ടോ. അപ്പം സൺഡേ വെച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവൾക്ക് സൺഡേ മാത്രമേ ലീവ് ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ സൺഡേ വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഡ്രസ്സല്ല കേട്ടോ, ഞാൻ അവിടെ പോയിട്ട് മാറും. അവളുടെ വീട് എവിടെ വെച്ചാൽ വല്യമ്മയുടെ മോളാണ് കേട്ടോ അമ്മു എന്ന് പറയണത്. അപ്പം അമലാനഗറിലാണ് വീട്. അപ്പോൾ നമ്മൾ നേരത്തോടു കൂടി പോവുകയാണ്. അപ്പോൾ അവളും മേക്കപ്പിനായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. അമ്മ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് നേരെ അമലാനഗറിലേക്ക് പോവും. അപ്പോൾ ചെക്കനൊന്നും മാറ്റിച്ചിട്ടൊന്നുമില്ല, ഞാനും റെഡി ആയിട്ടൊന്നുമില്ല. ഞാൻ സാരി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളൊരു 10:30 ആകുമ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ചേട്ടൻ്റെ വീട് എവിടെയാ വെച്ച് കഴിഞ്ഞാൽ ഒല്ലൂരാണ് കേട്ടോ. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരിയാണ് ചേട്ടൻ്റെ വീട്. അങ്ങനെ പിന്നെന്താ, പെണ്ണുകാണലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെന്താ, ചേട്ടനില്ല കേട്ടോ ഇവിടെ. ചേട്ടൻ അബുദാബിയിലാണ്. അബുദാബി ഓർ ദുബായ് എവിടെയോ അങ്ങോട്ടാണ് കേട്ടോ. കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അബുദാബി ഞാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനില്ല. പിന്നെ എന്താ പറയുക, അപ്പോൾ ചേട്ടനില്ലാത്തൊരു എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇനി അവൾ വന്നിട്ട് കാണാം. അപ്പോൾ ഇവിടെയാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്. തലക്കോട്ടിൽ തന്നെയാണ് അവൾ മേക്കപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ചേച്ചിയും ചേട്ടനും മ്യൂസൊക്കെ അവിടെ നിന്ന് വരും കേട്ടോ. കോടന്നൂരിൽ നിന്ന് വരും. അവർക്ക് അവിടെ നിന്നാണ് എളുപ്പം. അവർക്ക് ഒല്ലൂർക്ക് വരാനായിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. ഒരു 10-15 മിനിറ്റേ ഉള്ളൂ കേട്ടോ അവർക്ക് അങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണേക്കാളും നല്ലതല്ല അവിടെ നേരെ ഡയറക്റ്റ് അങ്ങോട്ട് പോകണത്. അതാണ് നേരെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് പേരായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. കാരണം ചേട്ടനില്ലല്ലോ. അപ്പം അവരുടെ ഫാമിലിയിൽ കുറേ പേരുണ്ടായിരിക്കും. നമുക്കറിയില്ല എത്ര പേരുണ്ടാവുന്നു. നമ്മുടെ ഫാമിലിയിൽ അധികം പേരില്ല, കുറച്ച് പേരുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ വല്യമ്മയുടെ വല്യപ്പച്ചൻ്റെ സൈഡിൽ നിന്നും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. പിന്നെ അമ്മൂൻ്റെ ചേട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ ബ്രദർ വന്നിട്ടുണ്ട്, ആലുചേട്ടൻ വന്നിട്ടുണ്ട്. ആലുചേട്ടൻ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട്. ആൾ ചെന്നൈയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ആൾക്ക് എപ്പോഴും ലീവൊന്നുമില്ല, എന്നാലും ആവശ്യങ്ങൾക്ക് ആൾ ഇങ്ങോട്ട് വരാറൊക്കെ ഉണ്ട് കേട്ടോ. ചെന്നൈയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾ നാളെ പോവുകയും ചെയ്യും. എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓരോരുത്തരൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇനി അമ്മു വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ 8:45 അമ്മു എത്തിയിട്ടോ. അപ്പോൾ അമ്മു ഇപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ആ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് ആ ടൈമിലാണ് കേട്ടോ ചേട്ടൻ വിളിക്കാറ് അവിടെ നിന്ന്. അപ്പോൾ ആളുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അവളോട് ചോദിക്കുകയാണ് എന്താ പരിപാടി ഇന്ന്, എങ്ങനെയാണ്, ടെൻഷനുണ്ടോ, അങ്ങനെയാണ്. കാരണം അവളുടെ ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ, അവളുടെ ചെക്കൻ ഇല്ലാണ്ടാണ് കേട്ടോ എൻഗേജ്മെൻറ്റ് നടത്തുന്നത് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് അമ്മുവിൻ്റെ വീട്ടിലെത്തി. ആ നേരത്തെ കണ്ടതാണ് കേട്ടോ അമ്മുവിൻ്റെ വീട്. അവിടേക്ക് വന്നു. ഡ്രസ്സ് മാറലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ കസിൻസ് ഓരോരുത്തരായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും 10:30 മുന്നായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയപ്പച്ചൻ്റെ കുറച്ച് കസിൻസാണ് അവിടെ അടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് സ്ഥലങ്ങളിലായിട്ട് നിൽക്കാം, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വണ്ടി വരുമ്പോൾ അവിടെ നിന്ന് കയറാം എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ചെക്കനും എല്ലാവരും, ഞാനിവിടെ വന്നിട്ടാണ് കേട്ടോ ചെക്കനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് അവനെ മാറ്റിപ്പിക്കലും കാര്യങ്ങളുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിത് എല്ലാവരും കൂടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. നമ്മൾ 10:30 കഴിഞ്ഞിട്ടുണ്ട്, 11 മണി ആവാറായിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന്. കാരണം ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിട്ടോ. അങ്ങനെ എൻ്റെ ഔട്ട്ഫിറ്റ് പറയണത് ഇതാണ് കേട്ടോ. വലിയൊരു സാരിയാണ്, അതുപോലെ എൻ്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്ലൗസ് തയ്പ്പിക്കാനായിട്ട് ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് തയ്പ്പിച്ചു. അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് ഞാൻ സാരി എടുക്കേണ്ടി വരും, അല്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ പോകാനായിട്ട് ഒരു ട്രാവലറും അതുപോലെ തന്നെ ഒരു കാറാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മും ഫാമിലിയും കാറിൽ വരും, ബാക്കി കസിൻസൊക്കെ ട്രാവലറിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴി എന്ന് പറയുമ്പോൾ ഭയങ്കര ട്രാഫിക് ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് പുഴയ്ക്കൽ എത്തണ്ട, അതിന് മുന്നേ വരെ, അതിന് പുഴയ്ക്കൽ കഴിയണ വരെ എവിടെയോ അങ്ങോട്ട് ആ ഒരു സൈഡിൽ ട്രാഫിക് ഉണ്ടായിരുന്നു. ആ പണിത റോഡിനെ പൊളിച്ചിട്ട് പിന്നെയും പണിയായിരുന്നു കേട്ടോ. എന്താ സംഭവം എന്ന് അവർക്ക് തന്നെ അറിയില്ല. അവരിങ്ങനെ വെറുതെ ഇങ്ങനെ പൊളിക്കുക ഇത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 11:30 കറക്റ്റ് 11:30 ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തി. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരിയിൽ എത്തി കേട്ടോ. പിന്നെ ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അമ്മു കാറിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നത്. എന്താ പറയുക, അവിടെ നിന്ന് നമ്മൾ ഈ നമുക്കിപ്പോൾ മുഹൂർത്തവും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ഇന്ന ടൈമിൽ കയറാം ആ ഒരു ടൈം പറഞ്ഞു. അപ്പോൾ അവരുടെ ഫാമിലി കസിൻസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ കസിൻസ് നമ്മൾ ട്രാവലറിലാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മുവിൻ്റെ മേമ്മമാരും പേപ്പന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ അമ്മുവിൻ്റെ ഒരു ഗിഫ്റ്റ് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, ചോക്ലേറ്റ് ഒക്കെ ആക്കിയിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. കൊട്ട മേടിച്ച് അതുപോലെ തന്നെ നെറ്റ് മേടിച്ച് ചോക്ലേറ്റ്സും സംഭവങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബൊക്കെ ആയിരുന്നു കേട്ടോ. അത് അമ്മയുടെയിലേക്ക് കൊടുത്തു. ഇതാണ് ചേട്ടൻ്റെ അമ്മ, മീൻസ് ബൊക്കെ കൊടുത്തതാണ് കേട്ടോ ചേട്ടൻ്റെ അമ്മ. പിന്നെ ഓരോരുത്തരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അവർ നമ്മളെ കയറാൻ പറയുകയാണ്. അപ്പോൾ അധികം പേരില്ല, കുറച്ച് പേരുടെ ഫംഗ്ഷനാണ്. ഞാൻ പറഞ്ഞില്ല, അവരുടെ വീട്ടിൽ നിന്നായാലും അധികം പേരില്ല, കുറച്ച് പേരുടെ ഫംഗ്ഷനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറാണ്. അപ്പോൾ അവർ വെൽക്കം ചെയ്യണം കേട്ടോ നമ്മളെ. പിന്നെ ആങ്കറിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സാധാരണ ഒരു സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. അവരെ നമ്മൾ എല്ലാവരും ഉള്ളിലേക്ക് കയറാണ്. അങ്ങനെ നമ്മളത് ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ അപ്പൂസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തേക്കും പോയിട്ടു. അപ്പോൾ കാരണം എല്ലാവരെയും തിരിച്ചറിയണ പ്രായമായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരുടെ അടുത്തും ആൾ പൊയ്ക്കോളും, ആൾ ചിരിച്ചിരിക്കും. ആൾക്ക് പാല് കിട്ടണ സമയമാകുമ്പോൾ ആൾ തന്നെ വാശി പിടിച്ച് കരഞ്ഞോളും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഉണ്ണീനെ വേണമെന്ന് എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ കരയുമ്പോൾ തന്നാൽ മതി, അവനങ്ങനെ വലിയ സീനൊന്നുമില്ല, അവനങ്ങനെ ഇരുന്നോളും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കി ചിരിക്കുന്നുണ്ട്, അവർ വർത്താനം പറയുമ്പോൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മു സ്റ്റേജിലേക്ക് കയറി കേട്ടോ. അപ്പോൾ അവൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ. അവൾ മുഖത്ത് കാണുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം ഇപ്പം എന്താ പറയുക, ഒരു എൻഗേജ്മെൻ്റ് ആയപ്പോൾ ചേട്ടൻ ഇല്ലാണ്ടുള്ളൊരു എൻഗേജ്മെൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കണം, ഒറ്റയ്ക്ക് എല്ലാവരെയും ഇതാക്കണം, നോക്കണം, ഒറ്റയ്ക്ക് അങ്ങനെയുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അവൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മുവിൻ്റെ അമ്മയും റെഡ് ഷർട്ട് ഇട്ടിട്ടുള്ള ഇതാണ് കേട്ടോ അമ്മുവിൻ്റെ ഫാമിലി. ബ്ലൂ ഷർട്ട് ഇട്ടിട്ടുള്ളതാണ് അവരുടെ ചെക്കൻ്റെ ഫാമിലി. ബ്ലൂ ഷർട്ട് ഇട്ടിട്ടുള്ളത് അവരുടെ അപ്പച്ചനും. പിന്നെ വേറൊരു നേരത്തെ ഞാൻ അമ്മേനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, അത് കേട്ടോ. അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കുടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടിയാണ് കേട്ടോ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്തൊന്നും ഇങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ഉടമ്പടി, രണ്ട് ഫാമിലിയിലത്തെ ആൾക്കാരും ഉടമ്പടി വായിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കളുടെയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ, നമ്മൾ രണ്ടുപേരുടെയും ഫാമിലിയുടെ കാര്യം, മീൻസ് അമ്മുവിൻ്റെ അപ്പൻ്റെ അമ്മയെ പേര് പറഞ്ഞിട്ട് ഇന്ന ആളെ വിവാഹം ചെയ്യാൻ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം. എനിക്കതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പം നമ്മളെല്ലാവരും ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എന്താ പറയുക, ഇങ്ങനെ സംഭവം ഇത് കാണുന്നത് തന്നെ ഫസ്റ്റ് ടൈമാണ്. നമുക്കറിയണ്ടേ, ആ സൈഡ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, നമ്മുടെ സൈഡൊന്നും അങ്ങനെ ഇല്ല. ഇതുപോലെ എൻഗേജ്മെൻറ്റിന് ഉടമ്പടി വായിക്കുക അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ സമ്മതമാണോ എന്താ പറയുക, രണ്ട് ഫാമിലി പറയും, എന്നിട്ട് സമ്മതമാണോ എന്ന് ചോദിക്കുക. ആ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പും സാധനമാണ് അവർ ഇതിൽ വായിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ രണ്ടുപേരുടെയും ഫാദേഴ്സാണ് കേട്ടോ വായിക്കുന്നത്. അവരുടെ സൈഡിൽ അവരുടെ അപ്പച്ചനും ഇവരുടെ സൈഡിൽ വലിയപ്പച്ചനാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ ഇട്ട് കൊടുത്തത് വളയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ചടങ്ങുണ്ട് തോന്നുന്നു കേട്ടോ. കാരണം ഉറപ്പിക്കുന്ന സമയത്ത് ചെക്കൻ്റെ വീട്ടുകാർ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കും. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് വളയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട്, വളയിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. പിന്നെ ഓരോരുത്തർ വിളിച്ച് ഫോട്ടോ എടുക്കലായിരുന്നു. അപ്പോൾ എന്താ പറയുക, അവരുടെ ഫാമിലി, പിന്നെ നമ്മുടെ ഫാമിലി, പിന്നെ നമ്മുടെ അവരുടെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുത്തു. സത്യം പറയുന്നത് വെച്ചാൽ ഞാനും എൻ്റെ അമ്മയും ചേച്ചി ആരുമായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ആ സമയത്ത് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാനായിട്ട് ആ സൈഡിലേക്ക് പോയി എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോട്ടോയുടെ കാര്യം മറന്നു. പിന്നെ കഴിഞ്ഞിട്ട് നമ്മളത് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഏറ്റവും അവസാനമാണ് ഇരുന്നത് കേട്ടോ. അവരുടെ ഫാമിലിയായിട്ട് ഏറ്റവും അവസാനമാണ് ഇരുന്നത്. അതിന് മുന്നായിട്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ഞങ്ങളൊക്കെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും നമ്മുടെ സിംഗിൾ ഫോട്ടോസ് കുറേ പോയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്കറിയണ ചേട്ടനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിംഗിളായിട്ട് കുറേ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യം നമ്മൾ മറക്കന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അമ്മ ഭയങ്കരമായിട്ട് സീനായിട്ട് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ
പിള്ളേർ സെറ്റ് എന്ന് പറയാനായിട്ട് ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ 4-5 പേര് തന്നെ ഉള്ളൂ പിള്ളേർ സെറ്റ് എന്ന് പറയാനായിട്ട്. പിന്നെ ഉറപ്പിക്കലായതുകൊണ്ട് നമ്മളധികം പിള്ളേരിനെ ഒന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ എന്നെയും ചേച്ചിനെ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെട്ടിച്ച് പോയ ആയതുകൊണ്ട് നമ്മളതിനെ വിളിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ഒല്ലൂർ പള്ളിയിലേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് തോന്നുന്നു കേട്ടോ ഒല്ലൂർ പള്ളിയിലേക്ക് പോകുന്നത്. ഇതുവരെയും പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ മുന്നേ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി എൻ്റെ അമ്മാമ്മയുടെ വീട് ഒല്ലൂരാണെന്ന് തോന്നുന്നു കേട്ടോ, എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ ഒല്ലൂരാണ് തോന്നുന്നു. അപ്പം ആ ടൈമിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഉണ്ണീനൊക്കെ എടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ ഏതൊരു പള്ളിയിൽ പോവുകയാണെങ്കിലും നമ്മൾ ഉണ്ണീനെ കെടുത്തിയിട്ട് ഉണ്ണിയായിട്ട് നമ്മൾ നേർച്ചിടാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവനെ കെടുത്തി കഴിഞ്ഞിട്ട് അപ്പച്ചൻ്റെ കയ്യിൽ അവനെ കൊടുത്തിട്ട് മാതാവിനെ, അവിടെ മാതാവാന്ന് തോന്നുന്നു ഇരിക്കണത്, ഒല്ലൂർ മാതാവ് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ, അതാണ് ഞാൻ തോന്നുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അപ്പച്ചനെ കൊണ്ട് മീൻസ് രണ്ടുപേരും ഒരുമിച്ച് ചെക്കനെ കൊണ്ട് നേർച്ചിടിപ്പിച്ചിട്ട് മാതാവിനെ മുത്തിയിട്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ മിയൂസും അമൽച്ചേട്ടനൊന്നും ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മിയൂസും അമൽച്ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിയൂസിനെ കൊണ്ട് കുരിശ് വരപ്പിച്ചു. അപ്പം കുരിശ് വരപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോഴേക്കും അവളുടെ പൊട്ട് പോയി. അപ്പോൾ പൊട്ട് തപ്പലായി പണി. അത് കഴിഞ്ഞിട്ട് പൊട്ട് പൊക്കോട്ടം നീ കുരിശ് വരയ്ക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ കൊണ്ട് കുരിശ് വരപ്പിച്ച്. അപ്പോൾ അവളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാതിരിക്കും കേട്ടോ. പ്രാർത്ഥന എത്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വന്നിട്ട് വിളിക്കും കേട്ടോ. വീട്ടിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേമ എന്ന് പറഞ്ഞിട്ട് മറ്റേ കുരിശ് നമ്മൾ വരയ്ക്കില്ല, അത് കൈ കൊണ്ട് കാണിക്കും കേട്ടോ. പാ എന്ന് പറയും. പ്രാർത്ഥന എല്ലാം പറഞ്ഞു തുടങ്ങിയിട്ടില്ല ആൾ. പ്രാർത്ഥന എന്ന് ഫുള്ളൊന്നും അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. വർത്താനം തന്നെ പറഞ്ഞ് അധികമായിട്ടില്ല കേട്ടോ. അങ്ങനെ അദ്ദേഹം യൂസിനെ കൊണ്ട് നമ്മൾ മുത്തിപ്പിച്ചു. അപ്പോൾ ചെരുപ്പ് ഊരാനായിട്ട് കുറേ നമ്മൾ പറഞ്ഞു. പക്ഷെ അവൾ വാശി പിടിക്കുക കേട്ടോ. ഊരില്ല പുതിയ ചെരുപ്പിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ 1:45 അങ്ങോട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒല്ലൂരിൽ നിന്ന് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പം എല്ലാവരോടും പറഞ്ഞ് യാത്ര പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ പോണത് കോടന്നൂർക്കാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും അതുപോലെ തന്നെ മത്സ്യാൻ്റെ കൂടെയാണ് കോടന്നൂർക്കാണ് പോണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ കാണാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ട്രാവലറിൽ പോയി. അപ്പച്ചനും അതുപോലെ തന്നെ ട്രാവലറിൽ പോയി. കാരണം ബസ്സിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു എന്നാൽ പിന്നെ ട്രാവലറിൽ തന്നെ പോകാം. അത് കഴിഞ്ഞിട്ട് അമലിയെന്ന് ആൾ ബസ് കയറിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിയൂസിനെ വലിയപ്പച്ചൻ്റെ കയ്യിൽ കൊടുത്തു. പൊക്കോ എന്ന് പറഞ്ഞു കേട്ടോ അവളോട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ വന്നു. വാശിയൊന്നും പിടിക്കുന്നില്ല, ആളിങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മുവിൻ്റെ ഉറപ്പിക്കലിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തായാലും കണ്ടോ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ.